അവധി ദിവസമായിരുന്നിട്ടും ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണത്തിൽ കുറവ്. 76,151 ഭക്തരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നതോടെയാണ് തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞത്. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ സാധാരണ നിലയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. MG പ്രതീഷ് ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സന്നിധാനത്തിൽ എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണമൊക്കെ ഫലം കാണുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ വലിയ തീർത്ഥാടന തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണ അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടാനുള്ള ഒരു പതിവാണുള്ളത്. പക്ഷേ ഇന്നലെ ഈ ശനിയാഴ്ചയായിട്ട് പോലും ഇന്നലെ വളരെ കുറച്ച് തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ എത്തിയത്. 76,000-ഓളം തീർത്ഥാടകർ ഇന്നലെ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. സാധാരണ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ളതാണ്. പക്ഷേ രാവിലെ മുതൽ തീർത്ഥാടകരുടെ കുറവാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ നടപ്പന്തലിലൊക്കെ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ സ്ഥിതി ആയിരുന്നുവെങ്കിൽ ഒറ്റ ക്യൂ മാത്രമേ നിലവിൽ നടപ്പന്തലിലുള്ളൂ. വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ഇപ്പോൾ ഇന്ന് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഈ നടപ്പന്തലിലും ഒപ്പം 18-ാം പടിക്ക് താഴെയും ഉൾപ്പെടെ തീർത്ഥാടകരുടെ നീണ്ട നിരയൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ കാണുന്നത് ഈ ശ്രീകോവിലിന് സമീപമുള്ള ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ്. ഈ ഫ്ലൈ ഓവറിൽ ഇപ്പോൾ ഈ ശ്രീകോവിലിന് സമീപം ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകർ മാത്രമാണ് ഉള്ളത്. വലിയ തിരക്ക് ഫ്ലൈ ഓവറിലൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. ഒപ്പം സാധാരണ 18-ാം പടിക്ക് താഴെ ഉൾപ്പെടെ തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് 18-ാം പടി കയറ്റാൻ അനുവദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 18-ാം പടിക്ക് താഴെ പോലും തീർത്ഥാടകരുടെ വലിയ തിരക്കില്ല. ഈ മല കയറി നടപ്പന്തൽ കഴിഞ്ഞ് നേരെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഒരു കാത്തുനിൽപ്പിന്റെയും ഒരു കാര്യമില്ല ഈ ദിവസങ്ങളിൽ എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് തീർത്ഥാടകർ കൃത്യമായി ഈ വെർച്വൽ ക്യൂ വഴി തന്നെ ബുക്ക് ചെയ്ത് എത്താൻ തുടങ്ങിയത്. അതാണ് ഈ തിരക്ക് കുറയാൻ കാരണമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെയോടുകൂടി വീണ്ടും തിരക്ക് വർദ്ധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഡിസംബർ മാസം 25-ാം തീയതി വരെയുള്ള വെർച്വൽ ക്യൂ സ്ലോട്ടുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യമായ പാസുകൾ ഉള്ള തീർത്ഥാടകരെ മാത്രം കയറ്റിവിട്ടാൽ മതി എന്നതാണ് ഹൈക്കോടതി പോലീസിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നത്. എന്തായാലും വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടനം പുരോഗമിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാതെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.